കൈ വെക്ക്. പേരെന്തര്? നിന്റെ റേഡിയോ ഒക്കെ ഇങ്ങെടുത്തോ. പേരെന്തരാണ്? എന്റെ കൂടെ കേറല്ലേ? എടാ ഒരു പയ്യനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ ടോക്കിയോല. തിരിച്ചു വാ ഒരു പയ്യനെ ടോക്കിയോ ഒരു പയ്യനൊക്കെ ഇട്ടിട്ടുണ്ട്. ഗ്യാങ്സ്റ്റർ അകത്തെവിടാ? ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ ഗാങ്ങിലുള്ള എല്ലാരും ഗ്യാങ് ഔട്ട് പോവാ. വെളിയിൽ ആരും നിൽക്കണ്ട. ഇത് നമ്മുടെ ഗ്യാങ് എന്റെ കറണ്ട് പോയത്. ഞാൻ എവിടെയായിരുന്നു അറിയാ? മോശം എന്താ സംഭവം? എന്താ അതൊക്കെ? ഇതെന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഓ ഇങ്ങനെ സംഭവം എന്ത് പറ്റിയത്? നിങ്ങൾ എന്താ എന്തിനാണ്? ഓ എനിക്ക് സംസാരിക്കാൻ ചേട്ടാ. എടാ എവിടെടാ? അകത്തതിന് വെളിയിൽ ഇറക്കാന് പറമ്പിലോട്ടുണ്ട് നമ്മടെ മറ്റേ ഫ്രണ്ടിൽ കൊണ്ടോ? എവിടെ കൊണ്ടോ? വണ്ടിയിലെ സേവ് ചെയ്യടാ. വണ്ടിയിലെ സേവ് ചെയ്തോളൂ. എല്ലാരും ബാക്കിയുള്ള ബാക്കിയുള്ള ഫ്യൂൽ ഇല്ലാത്തതും റിപ്പയർ ചെയ്തൊക്കെ അല്ലായിരിക്കും. ഞാൻ ഫ്യൂല് ഫില്ല് ചെയ്ത് റിപ്പയർ ചെയ്ത വണ്ടി സിറ്റുവേഷൻ റീസൺ എല്ലാം സിറ്റുവേഷൻ പരുത്തിനൊക്കെ റാഗി തന്ന നമ്മളെ പണ്ട് തോപ്പിച്ചെന്ന് എന്തൊക്കെയാ പറഞ്ഞു. എന്നിട്ട് തോപ്പിച്ചതാണ്. നിങ്ങൾ മനസ്സിലായി? ഫുള്ള് ഇവനൊരു പാവാൻ തോന്നുന്നു. ഹലോ സുഹൃത്തെ, ഇവൻ മിണ്ടണില്ലാണോ? ബ്രോ സംസാരിക്കണേ. സംസാരിച്ചിട്ടേ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാവും നമുക്ക്. സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനുവായിട്ട് ഡെയിലി വെച്ച് നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം. ബ്രോ സംസാരിക്കുന്ന നേരം ബ്രോ ഈ കയ്യിലിരിക്കണ്ടേ? ഞാൻ വിടില്ല നിന്നെ. നിർത്ത നീ കൊണ്ടുപോകാതെ എനിക്ക് കൂടെ നടക്കാൻ വയ്യ. അൽവിൻ ഫർഗാർഡോ ബ്രോ പയ്യൻ അവരുടെ കൂടെയാണെന്ന് തോന്നുന്നുണ്ട്. ഡിസ്കോഡിൽ നിന്ന് വാ. ഡിസ്കോഡിൽ നിന്ന് വാടാ. നീ ഇതെന്താടാ? അല്ല എനിക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഡിസ്കോഡിൽ? ഇത് നമ്മള് സിറ്റിയിലല്ലേ എണ്ണ? ബുള്ളറ്റ് ഡിസ്കോഡ് ഇരിക്കലടാ ബുള്ളറ്റ്. ബുള്ളറ്റ് ഇത് മോശമാണ്. ബ്രോ അത്ര നേരം അവിടെ ഞാൻ ഹോസ്റ്റേജ് ആക്കുന്നവരെ ബ്രോ അവിടെ ഓടിക്കൊണ്ടിരുന്നേ. ഇപ്പൊ വന്നിട്ട് മറ്റേ AFK പോലെ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ AFK പോലെ ഇരുന്ന് അഭിനയിച്ചിട്ട് മാന്യനാവാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രോ സ്വഭാവം മാറും. ഒന്ന് സംസാരിച്ച് മര്യാദക്ക് പോയി കഴിഞ്ഞാൽ ബ്രോക്ക് ഇവിടെ നിന്ന് പോവാ. ഇപ്പൊ മര്യാദക്ക് ദൈവം പറഞ്ഞതേ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ബ്രോ ഇവിടെ ഹോസ്റ്റേജ് ആവുന്ന. എന്തൊരു ശോകോടാ. വന്ന ഉടനെ മറ്റേ ഓടിക്കൊണ്ടിരുന്നേട്ടാ. നമ്മളൊന്ന് പിടിച്ചപ്പോഴേ ഇപ്പൊ ഓടായിരുന്നു നേരെ. നമ്മള് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ഹോസ്റ്റേജ് ആയി കഴിയുമ്പോ AFK. എനിക്ക് മാത്രമാണ് ഹോസ്റ്റേജിനെ കാണാത്തത്. ഇപ്പോഴും ഹോസ്റ്റേജ് ആയിട്ടില്ല. അവൻ മിണ്ടി തുടങ്ങുമ്പോഴേ ഹോസ്റ്റേജ് ടൈം കൂട്ടത്തുള്ളൂ. അതന്നെ അങ്ങനെ പറഞ്ഞാൽ അല്ല മിണ്ടി തുടങ്ങുമ്പോഴത്തേട്ട് അരമണിക്കൂറാണ് ഹോസ്റ്റേജ് ടൈം. സീനിലടാ സീൻ കഴിഞ്ഞില്ല. വെളിയിൽ പറഞ്ഞു 2 മണിക്കൂർ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഹലോ എന്താണ് ബ്രോ? നീ ഇംഗ്ലീഷ് നടക്കുന്നുണ്ട്. മര്യാദയ്ക്ക് മലയാളം സംസാരിക്കടാ. തീപ്പൊരി എന്നുള്ളതാണ് പേര്. എന്നിട്ട് മലയാളം അറിഞ്ഞൂടെ? തീപ്പൊരി മലയാളം അറിഞ്ഞൂടെ? മലയാളം മലയാളം അറിഞ്ഞൂടെ? ഇത് പണിക്കാരെ വിളിച്ചെടുത്ത
പണിക്കാരനാ ബ്രോ ബ്രോ വർക്കർ ബ്രോ എവിടെ നിന്നാണ്? സ്ഥലം എവിടെയാണ് ബ്രോ? പറ്റുന്നില്ല അവന്. We can't hear you. ബ്രോ ഉറക്കെ സംസാരിക്കേ. വടക്കനാ? പിന്നെന്താണ് എന്താണ് മോനെ കുറച്ചുകൂടെ ഉറക്കപ്പറ ഉറക്കേ ലൗഡർ ബ്രോ, സ്പീക്ക് ലൗഡർ, സ്പീക്ക് ലൗഡർ. He's not വടക്കൻ, he's കുണ്ടൻ. കുണ്ടന്നൂർ Yeah, me decent mook. You know decent mook? ഞാൻ പഴയ ആംബ്രോസ് ജോൺ ആണ്. Yeah, it's in Malayalam. Can you speak a bit more louder, bro, please? We can't hear you, bro. ഹലോ ബ്രോ. അഭിനയം നിർത്ത്. നിന്റെ അഭിനയം നിർത്താതെ. Yeah, nice joke. Okay. Can you? ബ്രോ ഇംഗ്ലീഷിൽ തന്നെ ബ്രോയുടെ സംസാരം ഭയങ്കര ഷോക്കോട്. പിന്നെ ഇംഗ്ലീഷ് അറിയാന്ന് പറഞ്ഞത് എന്ത് കാര്യം? ഇമാതിരി ഷഡ് ഇംഗ്ലീഷ് ആദ്യമായിട്ട് കേട്ടത്. അത് കുറച്ച് ആലോചിച്ച് പേരെന്താന്നാണ് പറഞ്ഞടാ അവന്റെ? തീപ്പൊരിയാ? തീപ്പൊരിടാ അറിയാം. ഫയർ വർക്ക് ഇടാത്തതാ. നീ ഇംഗ്ലീഷ് അല്ലേ ഫയർ വർക്ക് ഇടാത്തത്? തീപ്പൊരി പറ. പറ റിപ്ലൈ. ഒരു ലാംഗ്വേജ് പറഞ്ഞൂടാ. എന്നിട്ട് ഇംഗ്ലീഷേ പറയാറുള്ളൂ. എന്നിട്ട് ഇംഗ്ലീഷും പറയാറുള്ളൂ. പിന്നെ എന്തിനു പറയാ ബ്രോ? ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമോ? മദർ ടങ് എന്തിന് മദർ ടങ് പറ. വള്ളി ഇംഗ്ലീഷ് ഇതാ ബ്രോ. ഇംഗ്ലീഷ് തമിഴ് 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 വള്ളി ഇംഗ്ലീഷ് എന്ന് തമിഴ് தெரியுமா? തമിഴടാ. ഹലോ തമിഴ് தெரியுமா? തമിഴ് தெரியுமா? പേരെന്നാ ബ്രോ? എന്നിട്ടാണോടാ നീ വായടച്ചിരുന്നത്? പേരെന്നാ ബ്രോ? പേര് 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 ആ சொல்லு 10 வாட்டி சொல்லணும். நீ 10 வாட்டி பேர் சொல்லிட்டு போயா போதும். നീ 10 വാട്ടി പേര് சொல்றா. 10 வாட்டி பேர் சொல்லு. 10 வாட்டி பேர் சொல்லு. சொல்றா മോനെ. சொல்றா. 10 വാട്ടി എന്നടാ ഓട്ടോടെ ഗൺ പോയിന്റാ. ഒരാൾ സംസാരിക്കണം. ഇപ്പൊ തന്നെ എനിക്കൊന്ന് പറയാൻ ഞാൻ സംസാരിക്കാം. சொல்றா அவன் என்ன உன் பேர் வந்து சொல்லு 10 തവണ சொல்லு. 10 വട്ടൊന്നും വേണ്ട. അവന്റെ ബ്രോ ഒരു വെടിവെക്കാറാ കൊല്ലല്ലേ ബ്രോ. വോയിസ് ரொம்ப കമ്മി. அதனாலதான் இன்னும் கேட்டது கிளியரா கேட்கல. அதனாலதான் கேட்டது. ஓகே அதனாலதான் கிளியரா கிளியர் பண்றதுக்கு தான் இன்னொரு வாட்டி கேட்டேன் பேர் என்னன்னு கேட்டது. ஓகே 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 ப்ரோ இப்ப இங்க எதுக்கு கூட்டிட்டு வந்தேன் தெரியுமா? எதுக்கு கூப்பிட்டேன் வந்தேன்னா உங்க கூட இருக்க நியூபோர்ன் தெரியுமா? உங்க மெம்பர் யாரு? நியூபோர்ன் புதுசா பிறந்தது. புதுசா கேங்ல ஏத்துற அவனுக்கு என்ன புதுசா அவன் கேங்ல வந்து தெரியாதோ வந்து ஏதோ வந்து உளறிட்டு இருந்துச்சு கிட்னாப் பண்ணிட்டு வந்தப்போ. ஆமா முன்னாடி யாரெல்லாம் அடிச்சிருக்கு என்னதோ பண்ணி இருக்கு என்னதோ சொல்லி அவன் உளறி அவங்க கரைஞ்சிட்ட. ஆமா அதுக்கப்புறம் வந்து என்ன தில்னா வந்து என்னது சொல்ற என்னடா வரணுது இதோட வரணும் அவன் வந்துட்டு வெள்ளி விളിച്ചിട്ട. അതുകൊണ്ടാണ് നിന്നെ പുരിഞ്ഞതാ ഉനക്ക് വന്ന്. ഒരു കാര്യം ചെയ്തല്ലേ ഡിമാൻഡ് സോറി പറയാൻ അങ്ങനെല്ലാം പറയിപ്പിച്ചല്ലേ ഇവരെ അവള് റിവെഞ്ച് എടുക്കാൻ വരുന്ന പാതിരാത്രി 4 മണിക്ക് വരും. 2 മണിക്ക് റിവെഞ്ച് എടുക്കാൻ വരും. ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നടപ്പിക്കുമ്പോഴത്തേക്ക് റിവെഞ്ച് എടുക്കാൻ വരും. മറ്റേ കൂടെ 4 നട്ടല്ലാത്തവരെ വിളിച്ചോണ്ട് വരും. മനസ്സിലായ? എന്നിട്ട് 2 ആഴ്ച ബാനും മേടിച്ചു പോകും. സിറ്റിയിലും കയറത്തില്ല. അതെ ഒരു പാട്ടം ചെയ്തിട്ട് 2 ആഴ്ച ബാനും മേടിച്ചങ്ങ് പോകും. മനസ്സിലായില്ലേ? 10 ബാൻ മേടിച്ചു വരെ. മനസ്സിലായ? സിറ്റുവേഷൻ പ്രോപ്പർ സിറ്റുവേഷൻ 10 ബാൻ മേടിച്ചോളാണ് അവള്. അവളെയൊക്കെ വിളിക്കരുത് പ്ലീസ്. എനിക്ക് താല്പര്യമില്ല. പുതിയ തമിഴ് സ്വന്തമായിട്ട് ആൾക്കാരൊന്നുമില്ല. സിയും മറ്റേ ലമിയാന്ന് പറഞ്ഞ 2 മൊണ്ണാള് മാത്രമേ. ബാക്കിയല്ലേ ഇവര് പണിക്കാരെ വിളിച്ചെടുക്കുന്നത്. എടാ പറയണ്ട. വേറെ പേര് പറയല്ലേ? അത് പിന്നെ അത് വെച്ചിട്ട് ഇതാവും. ലമിയാൻ
ലമിയാൻ എന്താണ് എടാ അവന് നമ്പർ വിടറാ, ഞാൻ മറ്റേ ഗ്യാങ്ങിലുള്ളവന്മാരെ നമ്പർ കൊടുക്കും മറ്റേമാർക്ക്, എന്നിട്ട് സംസാരറാ. ഇവനെ വിളിച്ചിട്ട് ഇവൻ സംസാരിക്കുന്നതും ക്ലിയർ ആവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. സ്ലോ മോഷനാണ് കഥ പോണത്. ഇപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവരെ വിളിക്കട്ടെ, എന്നിട്ട് സ്പീക്കർ എഴുതി പറയുന്നത് കാര്യങ്ങൾ. പേര് തീപ്പൊരി വാട്ടി சொன்ன பத்தாதா 10 வாட்டி சொல்லணுமா என்ன வாட் பட ஓட்றே என்ன എന്നോട് ശബ്ദം ரொம்ப കമ്മി കമ്മിതാ പ്രോപ്പർലി ബ്രോ. ഹലോ ഹലോ കേക്കാവോ? കേക്കാവല്ലോ ഇതാരാണ്? ഹലോ ബ്രോ, എന്റെ പേര് ലിമീന. പറഞ്ഞോ ലിമി. പറഞ്ഞോ സിറ്റുവേഷൻ എന്താ ബ്രോ? ഉണ്ട് സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളൊരു ഹോസ്റ്റ് നമ്മളെ അടുത്തുണ്ട്. അല്ല അതെന്തോ റീസൺ എന്താ? റീസൺ ന്യൂബോണിന്റെ അടുത്ത് ചോദിച്ചാൽ മതി, എല്ലാം പറഞ്ഞു ബ്രോ ന്യൂബോൺ ഇപ്പൊ ഗ്യാങ്ങില്ല ബ്രോ. ന്യൂബോൺ റിമൂട്ടതാ. ബ്രോ അവൻ ഗ്യാങ്ങിലുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ മൊത്തം വള്ളിയായിരുന്നു ബ്രോ. അവൻ സിറ്റിസൺ ബ്രോ. ഇപ്പം അത് എനിക്കറിയണ്ട ബ്രോ, അവൻ ഗ്യാങ്ങിലുണ്ടെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? ആരുടെ ഗ്യാങ്ങില്? ടോക്കിയോ എന്ന് പറഞ്ഞ അവൻ ഉച്ചക്ക് ഗ്യാങ്ങില്ല, ഉച്ചക്ക് തുടങ്ങി ഗ്യാങ്ങില്ല ബ്രോ. ബ്രോ അത് നമുക്കറിയേണ്ട ആവശ്യമുണ്ട്. ഉച്ചക്ക് ഇറങ്ങി അവൻ ഗ്യാങ് എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വന്ന് സിറ്റുവേഷൻ. അതാ ബ്രോ, അതാ പറയണ. ഇപ്പൊ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ തരുന്നു. അവൻ ഗ്യാങ്ങിലില്ല. ബ്രോ അത് അവിടെ കയ്യിൽ വെച്ചോ. എടാ രായ അത് എന്നാ പിന്നെ ഒരു കാര്യം ബ്രോ, ഇപ്പൊ വന്നില്ലേ അവനങ്ങ് കൊന്നു വിടാം. പക്ഷെ അല്ല അതാ ചോദിക്കുന്നേ, റീസൺ എന്താണ്? നമ്മുടെ കൂടെ ഉള്ള പയ്യല്ലോ, പിന്നെ എന്തിനാ ഹോസ്റ്റ് എടുത്തേക്കുന്നേ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവൻ വന്നിരുന്നിട്ട് മൊത്തം ചൊറിയാണ്. ഇവൻ മറ്റേ മുമ്പെന്തോ വാറ തോറ്റതല്ലേ ബ്രോ? ഞാൻ മനസ്സിലായി ബ്രോ, അതാ പറയുന്നേ. ഗ്യാങ്ങിലില്ല ബ്രോ. അത് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ നിന്റെ ഗ്യാങ്ങിലുണ്ടെന്ന് പറഞ്ഞാണ് ഗ്യാങ് വെച്ചിട്ടാണ്. ബ്രോ അതാ ഇപ്പൊ ഞാൻ എവിടെ പോയി ചോദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രോ എങ്ങനെയാ? അപ്പം എടുത്തിട്ട് എല്ലാ ഗ്യാങ് ഹലോ എന്തൊക്കെയാടാ കാണിക്കുന്നത് നീയൊക്കെ? എന്തൊക്കെയാടാ കാണിക്കുന്നത് നീയൊക്കെ? ബോധമില്ലടാ ഇതൊക്കെ. എന്തൊക്കെയാടാ ബുദ്ധി? എടാ എന്തൊക്കെ എടാ അത് സംസാരിക്കും. ഇവനിപ്പൊ കൊന്ന എന്തിനു പറയാതെ? എനിക്കറിഞ്ഞൂടാ ആരാ കൊന്നു, എനിക്കറിഞ്ഞൂടാ. എന്തിനാ ഇപ്പൊ കൊന്ന പറയാതാ? നീ ചോദിച്ചിട്ട് കൊല്ലടാ. അല്ലടാ ഞാൻ അറിഞ്ഞില്ല അവൻ ഗ്യാങ്ങില്ല. എടാ അത് രണ്ടാമത്തെ കാര്യമല്ലേ, നീ പെട്ടെന്ന് കൊല്ലാതാ സംസാരിച്ചോണ്ടിരിക്കല്ലേ. അവൻ പോയിട്ടില്ലല്ലോ, അവിടെ പോകത്തില്ലല്ലോ. അല്ല ആക്ച്വലി എനിക്ക് സംഭവമൊക്കെ കത്തി, പക്ഷെ ആദ്യം സംസാരിക്കട്ടെ, ക്ലിയർ ആയതിനു ശേഷം നമുക്ക് ഒന്നും അറിയാം. മനസ്സിലായി പറഞ്ഞാൽ നമുക്ക് എനിക്ക് മനസ്സിലായി സംഭവം കത്തി. പക്ഷെ എടാ രായ ഇതിപ്പോ കൺഫേം ആക്കാൻ പറ്റുമോ അവൻ ഗ്യാങ്ങിലുണ്ടോ ഇല്ലെന്നുള്ളത്? അപ്പൊ പിന്നെ എങ്ങനെയാണ് അവൻ ഗ്യാങ്ങിൽ ഇല്ലെന്ന് പറഞ്ഞത്? അത് അഡ്മിനെ വിളിച്ചിട്ട് പറ. അത് ഓസി ആണല്ലോ, ഓസി തിങ് ആണല്ലോ. അല്ല അത് ഓസി അല്ല, അങ്ങനെ പറയണെങ്കിൽ ഇപ്പൊ ഗ്യാങ്ങിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇതാവണമെങ്കിൽ അത് നമുക്ക് ചോദിക്കാലോ, അഡ്മിനെ വെച്ച് ക്ലിയർ ആക്കാലോ. എങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ സിറ്റുവേഷൻ കണ്ടിന്യൂ പറ്റില്ലെന്നുള്ള ചോദിക്കാലോ. പ്രശ്നം തീർന്നല്ലോ. വെയിറ്റ് അഡ്മിനെ നമ്മൾ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ചെറിയൊരു സിറ്റുവേഷൻ ആയത്. അപ്പൊ ആയത് മറ്റേ ടോക്കിയോ ഗ്യാങ്ങിലുള്ളവരായിട്ടാണ്. അപ്പം സിറ്റുവേഷൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ രായനൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ടോക്കിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കിയോ മെമ്പറാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു പയ്യൻ സോറിയായി. അവൻ റോങ് ആയിട്ട് കുറെ സംസാരങ്ങളൊക്കെ ആയിട്ട് സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ടാണ് പോണത്. അടിച്ചു കൊണ്ടുവിട്ടത് അവൻ ഗ്യാങ്ങിലാണ്, ഗ്യാങ്ങിലുള്ളവരാണ്. ഒരു വട്ടം പോലും സിറ്റിസൺ ആണ് പറയില്ല. അപ്പൊ ഇപ്പൊ നമ്മള് സെയിം ഗ്യാങ്ങിലുള്ള വേറെ ആളെ ഹോസ്റ്റേജ് ആയിക്കൊണ്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. അപ്പൊ അതിലെ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് വിളിച്ചിട്ട് ഗ്യാങ്ങിലെ ആരെ വിളിച്ചിട്ട് പറഞ്ഞ ലീഡറാണെന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ഫസ്റ്റ് സിറ്റുവേഷൻ എടുത്ത ന്യൂബോൺ എന്ന് പറഞ്ഞ ആള് അവരുടെ ഗ്യാങ്ങിൽ ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നു, ഉച്ചക്ക് കളഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കത് ഒന്ന് കൺഫേം ആക്കാൻ പറ്റും. നമുക്ക് അതിലെ സിറ്റുവേഷൻ അതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. സത്യമാണോ അല്ലയെന്ന് അറിയാൻ നമുക്ക് കണ്ടിന്യൂ പറ്റും. നമ്മൾക്ക് അറിയാം, നമ്മുടെ അടുത്ത മറ്റേ പയ്യ സംസാരിച്ചത് ഗ്യാങ് എന്നുള്ള രീതിയിലാണ്. അത് വെച്ചാൽ നമ്മൾ സിറ്റുവേഷൻ എടുത്തത്. അവൻ മുന്നേ ഗ്യാങ്ങിലുണ്ടായിരുന്നു, മുന്നേ ഒരു സിറ്റുവേഷൻ പറഞ്ഞു. അത് മാത്രമല്ല ഫുൾ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യും, ഫുള്ള് അങ്ങനെയാണ് സംസാരിച്ചത്. അവൻ കറന്റ് ഗ്യാങ്ങിലില്ല. പിന്നെ അങ്ങനെ എടുക്കാമോ, സിറ്റുവേഷൻ എടുക്കാമോ? അവന് ഒന്ന് ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞു ന്യൂബോൺ എന്നാണ് പേര്. അത് വിളിച്ചാ മതി.
നിങ്ങള് പറയട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മള് ഒരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ നമ്മള് കൊല്ലേണ്ട കാര്യം ഇല്ലടാ, മനസ്സിലായില്ലേ? അവനൊക്കെ നമ്മള് ഇപ്പൊ ഇവന് വന്ന് കൊല്ലേണ്ട ആവശ്യമില്ല. അവൻ പറഞ്ഞെങ്കിൽ അവനെ അടിക്കാൻ നമുക്ക് റൈറ്റ് അല്ലടാ ഉള്ളൂ. അതാണ് അതിന്റെ ശരി. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവന്മാര് നല്ലവരൊന്നും അല്ല ഞാൻ പറയുന്ന, ഇവന്മാര് ശരിയല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. ഹലോ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ആയത്? ഇപ്പൊ ഒരു അരമണിക്കൂർ. ഒന്നര മണിക്കൂർ കറക്റ്റ് 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ ഞാൻ ലൈവ് തുടങ്ങുന്ന സമയത്താണ് സ്റ്റാർട്ട് ആയത്. അപ്പൊ അത്ര അതായിട്ടുണ്ട് ഏകദേശം. അത് നിങ്ങൾക്ക് കണ്ടിന്യൂ 11:23 റിമൂവ്. സൂപ്പർ. അവരെ വിളിയടാ. സിറ്റുവേഷൻ എടുക്കുമ്പോ അവൻ ഗ്യാങ്ങിലുണ്ടപ്പോ അവ ഉച്ചക്ക് എടുത്ത് വടക്കൻ ബ്രോ താങ്ക് യു ഫോർ ദാറ്റ് മെമ്പർഷിപ്പ് 10 AD സൂപ്പർ ചാറ്റ് ബ്രോ. ഇതാണ് പറഞ്ഞേ വേണമായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോ കൊന്നില്ലല്ലോ. ഹലോ കേക്കോ? ഞാൻ വിളിച്ചത് നിങ്ങളെന്തോ നേരത്തെ എന്തോ പറഞ്ഞില്ലേ, ന്യൂ ബോൺ എന്തോ വൈകുന്നേരം. അപ്പൊ ബ്രോ അത് 12 മണിക്ക് ശേഷമാണ് അവൻ ഗ്യാങ്ങിന്ന് പുറത്ത് പോകുന്നത്. അതിന് മുമ്പാണ് അവൻ വള്ളി വിളിച്ചേക്കണേ. അപ്പൊ അവൻ ഗ്യാങ്ങിന്റെ അകത്താണ് ഉള്ളത്, മനസ്സിലായോ? ഇല്ല ബ്രോ, ഞാൻ എന്ത് പറ്റി ഇവിടെ ഗ്യാങ് ഹൗസ് ഫ്രണ്ടിലെ സെറ്റേഷൻ അല്ല. അപ്പൊ ഞാൻ റിമൂവ് ടേക്ക് പറഞ്ഞു ബ്രോ, ഞാനുണ്ടായിരുന്നു ഇവിടെ. അതല്ല ഞാൻ പറഞ്ഞേ, ഈ സിറ്റുവേഷൻ ടോട്ടലി ട്രിഗർ ആയ സിറ്റുവേഷന്റെ കാര്യമാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാ ബ്രോ ഹോസ്റ്റ് എടുത്ത് പോകുന്നതല്ലേ? ഞാൻ പറയല്ലേ നിങ്ങളുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ കാരണമാണ് തുടക്കം. എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി പറഞ്ഞില്ലേ? ബ്രോ ഞാൻ ഇവിടെ അഡ്മിൻസ് ആയിട്ട് സംസാരിക്കാം ബ്രോ. ബ്രോ ഞാൻ ഇവിടെ അഡ്മിൻസ് ആയിട്ട് സംസാരിക്കാം. ഞാൻ അഡ്മിന്റെ അടുത്ത് സംസാരിച്ച് ഞാനങ്ങ് ബാൻ പേടിച്ചോളാം കേട്ടാ. ഞാൻ രാത്രി ഞാൻ 2 മണിയാകുമ്പോ വരും കേട്ടാടാ. 2 മണിയാകുമ്പോ ഞാൻ വരുവേ. ഞാൻ 2 മണിയാകുമ്പോ വെറ്റടിച്ചത് കൊല്ലേ കേട്ടാ. നിങ്ങൾ ആരും ഒറ്റയ്ക്ക് ആർപ്പിയാൻ സമ്മതിക്കില്ലേ? ഞാൻ സിയക്കുട്ടിയും ഞാൻ ഒരു 4 സാരിപ്പെണ്ണന്മാരും വരും. സാരിപ്പെണ്ണന്മാരും സാരിത്തുമ്പന്മാരും സിയക്കുട്ടിയും കൂടി വരും. എന്നിട്ട് രാത്രി ഒറ്റയ്ക്ക് നാളെ ഒന്ന് അടിച്ചു വിട്ടു. ഒറ്റയ്ക്ക് ടോക്കില്ലാതെ നിൽക്കുന്നവരെ അടിച്ചു വിട്ടു. അതാണ് അവരുടെ മാസ്. എന്നിട്ട് പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് സിറ്റി വരൂല, മനസ്സിലായി? ആ ബാനും മേടിച്ചു. സൂപ്പർ. ഇതാണ് ശരിയായ പക്ഷെ എന്നാലേ മിനിമേടാ അവൻ ഇച്ചിരി അവര് പറയാന്ന് കേട്ടാ. അവന് നമ്മള് ഗ്യാങ്ങിൽ നിന്ന് കുറച്ചു മുമ്പ് റിമൂവ് ആക്കിയതാണെന്ന് പറഞ്ഞെങ്കിലും ഒരു അന്തസ് ഉണ്ടായിരുന്നടാ. ഉച്ചക്ക് റിമൂവ് ആക്കിയെന്ന് ഞാനത്. പിന്നെ വിളിച്ചതല്ല, ഇതൊക്കെ അവർ അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ അവർ അറിഞ്ഞു കഴിഞ്ഞു, മനസ്സിലായ എന്തൊക്കെ നടക്കുന്നൊക്കെ. അവര് പ്രോപ്പർലി അപ്ഡേറ്റഡ് ആണ്. എല്ലാം ഇവര് കാണുന്നുണ്ട്, മനസ്സിലായേ? ഇവരെ മെറ്റി അടിച്ചു വന്ന് കൊല്ലുന്ന ഗ്യാങ് ആണ്. അപ്പൊ പിന്നെ ഇവർക്ക് എന്ത് പാടും? ഇതൊക്കെ അവർക്ക് അറിയാൻ പാടാ. ചുമ്മാ അവരറിയും. അവൻ പള്ളി പിടിച്ചതിന്റെ പേരിൽ അവന് ഗ്യാങ്ങിൽ നിന്ന് കളഞ്ഞു. സിറ്റുവേഷൻ എടുത്ത ടൈമില് അവന്മാര് റിമൂവ് സിറ്റുവേഷൻ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇട്ടതൊക്കെ. എന്തിനു പറയാനല്ലേ? ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ല അതെന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു പറയാം. അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ പറയട്ടെ, അതായത് അവൻ സിറ്റുവേഷൻ പിടിച്ചപ്പോ അവന്റെ അടുത്ത് കുറച്ചിട്ടുണ്ടാവും. എടാ നീ എന്തിനാണ് ഇപ്പൊ TV ആയിട്ട് സിറ്റുവേഷൻ പിടിച്ചത്? നമ്മളാണ് സെറ്റൊന്നുമല്ല. നീ എന്തായാലും ഗ്യാങ്ങിന്ന് കുറച്ച് ദിവസത്തേക്ക് ഇറങ്ങിയേക്ക. ദൈവമേ ഈ സമയത്ത് എവിടുന്ന് വാടകയ്ക്ക് ആളെടുക്കും? എവിടുന്ന് വാടകയ്ക്ക് ആളെടുക്കും? ആ ഗ്യാപ്പിൽ ബെല്ലാരി അടുത്തൊന്ന് പിടിക്കാൻ നോക്കിയേട്ടാ. ബെല്ലാരിയായിട്ടാണെങ്കിൽ ഓവർലാപ്പ് ആയി പൊക്കോളല്ലോ. അത് ചെയ്യാം. അപ്പൊ ഇന്ന് സിറ്റുവേഷൻ എടുക്കണ്ടേ? അത് ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടാ. ചില്ലറ ബുദ്ധിയൊന്നും അല്ല അമ്മായ. ടയർ അടിച്ചങ്ങ് പൊട്ടിക്കണം. ഇവരാണെന്ന് കൺഫേം ആക്കണേ എന്നിട്ട് അടിക്കുള്ള. എന്താ വേണ്ടെന്ന് കേട്ടെ.
ഹലോ ബ്രോ എന്ത് പറ്റി ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ബ്രോ ആ റോഡ് വെച്ചാൽ നമ്മളെ ഗ്യാങ് ഹൗസ് ആണ് ബ്രോ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് കുറച്ച് അപ്പുറത്തോട്ട് നിന്നോ കുറച്ച് റൈറ്റിലോട്ട് പറയുന്നോ ബ്രോക്ക് നിൽക്കണമെങ്കിൽ എന്താ ബ്രോ ഇവിടുന്ന് മാറിയിക്കാൻ പറഞ്ഞത് കുറച്ച് മാറി ബ്രോ റോഡിൽ ഇല്ല കുറച്ച് മാറി നമ്മളെ ഒരു ഗ്യാങ്ങിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി വിട്ടറാ വീണ്ടും കൊല്ലാൻ വേണ്ടിട്ട് നിക്കണതാ റേഡിയോയിലെ കോള് കൊടുക്കുന്നതാ പാവടാ പൂഞ്ചിയടാ നടന്നില്ലടാ പോപ്സി ഹായ് ബ്രോ താങ്ക് യു ഫോർ ദ 100 rupees സൂപ്പർ ചാറ്റ് താങ്ക് യു സോ മച്ച് ബ്രോ ഇടിച്ചിട്ടാടാ നിന്നെ ഇടിച്ചിട്ടാ അവനെ കൊണ്ടുപോയി അവനവിടെ പോയി തിരക്കണ അവസരം ടോക്സ് ആടാ ഹായ് എണ്ണം കമ്മി വേസ്റ്റ് ആക്കാണ് എല്ലാം കഴിഞ്ഞു